ബി.ജെ.പിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്ന ചർച്ചകളാണ് പാർട്ടിക്കകത്ത്. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ 2 തവണ പൂർത്തിയാക്കിയ കെ സുരേന്ദ്രൻ തുടരുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് പാർട്ടിയിലെ പ്രധാന ചർച്ച. അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും പൂർത്തിയാകും വരെ കെ സുരേന്ദ്രൻ തുടരാൻ ബി.ജെ.പി നേതൃത്വം ധാരണയിലെത്തിയെന്നാണ് മുരളീധര പക്ഷത്തെ സുരേന്ദ്രൻ അനുകൂലികൾ അവകാശപ്പെടുന്നത്. വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്തുമെന്ന് ചിന്തിക്കുന്നവരാണ് മുരളീധരന്റെ പല അടുപ്പക്കാരും. പക്ഷേ പി മുരളീധരനെ വടക്കു കിഴക്കൻ മേഖലയുടെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റിയാൽ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരാനാണ് വി മുരളീധര പക്ഷത്തെ പൊതു താൽപര്യം. മറുവശത്തിപ്പോൾ പി കെ കൃഷ്ണദാസ് പക്ഷം മാത്രമല്ല, ശോഭാ സുരേന്ദ്രനും ഒരു പക്ഷമായി മാറിക്കഴിഞ്ഞു. താനും സംസ്ഥാന അധ്യക്ഷ പദവിക്ക് യോഗ്യയാണെന്ന് ശോഭാ സുരേന്ദ്രനും പരോക്ഷമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനാൽ അപകടം മുന്നിൽ കണ്ട് നീങ്ങുകയാണ് കൃഷ്ണദാസ് പക്ഷം. എം.ടി. രമേശിനെ അധ്യക്ഷനാക്കണമെന്നാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ പൊതു താൽപര്യം. എം.ടി. രമേശിനെതിരെ പഴയ മെഡിക്കൽ കോഴ ആരോപണം ഇപ്പോൾ ഉയർത്തിയതിനു പിന്നിൽ എതിർചേരിയുടെ കരങ്ങൾ അവർ സംശയിക്കുന്നു. അതേസമയം കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും സഹകരിച്ച് മുന്നോട്ടു പോകാൻ ധാരണയിലെത്തിയതായി പാർട്ടിക്കുള്ളിലെ വിശ്വസനീയ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയാണ്. അത് ശരിവെക്കുന്നത് തന്നെയാണ് ഇരുവരും അടുത്തിടെ നടത്തിയ പ്രതികരണങ്ങൾ. നിങ്ങൾ വെറുതെ ഇനി വീണ്ടും ആ സ്ത്രീയെ കുറിച്ച് പാവം അവർ നന്നായി പ്രവർത്തിച്ചാണ് അവിടെ, ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും വലിച്ചെടുക്കണ്ട. ആ സ്ത്രീ പാവം അവര് പറഞ്ഞ പണിയെല്ലാം ചെയ്തിട്ടുണ്ട്, ജോലിയെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് ശേഷവും അതേ വാർത്ത തുടരുകയല്ലേ. എനിക്ക് അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. ഈ സഹകരണം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തങ്ങളെ അകറ്റി നിർത്താനുള്ള നീക്കമാണെന്ന് പി കെ കൃഷ്ണദാസ് പക്ഷം വിലയിരുത്തുകയാണ്. ചുരുക്കത്തിൽ ഏകാഭിപ്രായത്തോടെ കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷനെ കണ്ടെത്താനാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വം വോട്ടെടുപ്പ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. സമവായം ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമാണ്. അതായത് ഒടുവിൽ കേന്ദ്ര നേതൃത്വം നാമനിർദ്ദേശം ചെയ്യുന്ന പേരുകൾ അംഗീകരിക്കുന്ന നിലയിലേക്ക് നീങ്ങാനാണ് സാധ്യത. ബൂത്ത് തല സംഘടനാ തെരഞ്ഞെടുപ്പുകൾ 11 തുടങ്ങിയാൽ തുടർന്ന് മണ്ഡലം തെരഞ്ഞെടുപ്പും ഡിസംബർ 31 ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പും നടക്കും. അടുത്ത ഘട്ടമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ തുടരുമോ മാറുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.